ഇത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ 5th പാർട്ടുമായിട്ടാണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സോട്ട് പോവാം. പൊസിഷൻ യൂസ്ഡ് ഫോർ ഗിവിങ് ഓറൽ കെയർ ഈസ്. പൊസിഷൻ യൂസ്ഡ് ഫോർ ഗിവിങ് ഓറൽ കെയർ. ഓറൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊസിഷൻ, ഓറൽ കെയർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? സെമി ഫോളറാണ്. ഓക്കെ, സെമി ഫോളറാണ്. Next, a superficial injury involving only the outer layer of skin is. The superficial injury involving only the outer layer of skin is abrasion. The superficial injury involving only the outer layer of skin is abrasion. Clinical manifestation of cystic fibrosis include except hypertension. Clinical manifestation of cystic fibrosis include സിസ്റ്റിക് ഫൈബ്രോസിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ്റെ അകത്ത് ഒരെണ്ണം ഒഴിച്ച്, താഴെ പറഞ്ഞിരുന്നെങ്കിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹൈപ്പർ ടെൻഷനാണ്. ബാക്കി മേളിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും സിസ്റ്റിക് ഫൈബ്രോസിസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഗ്യാസ്ട്രിക് ഇറിഗേഷൻ ഈസ് ആൾസോ നോൺ ആസ് സ്റ്റൊമക് വാഷ്. ഗ്യാസ്ട്രിക് ഇറിഗേഷന് നമ്മൾ പറയുന്ന വേറൊരു പേരെന്താണ്? സ്റ്റൊമക് വാഷ് എന്നാണ്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റഡ്. ലോകത്തിൽ വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ 7-നാണ്. ഓക്കെ, ഏപ്രിൽ 7-നാണ് ലോക ആരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം എന്നാൽ ഏപ്രിൽ 7. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് നോൺ ആസ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇൻഫെക്ഷനെ വിളിക്കുന്ന പേരാണ് നോസോകോമൽ ഇൻഫെക്ഷൻ. എന്താണ്? നോസോകോമൽ ഇൻഫെക്ഷൻ എന്നാണ് അതറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ബാക്ക് ഫ്ലോ ഓഫ് പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ടു ദ മൗത്ത് ഫ്രം ദി സ്റ്റൊമക്ക്. ബാക്ക് ഫ്ലോ ഓഫ് പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ടു ദ മൗത്ത് ഫ്രം ദി സ്റ്റൊമക്ക്. അതായത് സ്റ്റൊമക്കിൽ പകുതി മാത്രം കഴിച്ച ഫുഡ് എന്ത് ചെയ്യുന്ന തിരിച്ച് വരുന്ന ആ ഒരു മൗത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് റീഗർഗിറ്റേഷൻ. എന്താണ്? റീഗർഗിറ്റേഷൻ എന്നാണ് പറയുന്നത്. റീഗർഗിറ്റേഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, a branch of medicine that specializes in the health of adolescent. അഡോളസൻ്റ് ഹെൽത്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ്റെ ബ്രാഞ്ചിനെ അറിയപ്പെടുന്ന പേരാണ്, അവർക്കുള്ള മെഡിസിൻസിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെ അറിയപ്പെടുന്ന പേരാണ് എഫിബയാട്രിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എഫിബയാട്രിക്സ് ആണ്. അതായത് അഡോളസൻസിൻ്റെ ഹെൽത്തിന് ആവശ്യമുള്ള മെഡിസിൻസുകൾ അതിനെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ആ ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻസിനെ പറയുന്ന പേരാണ് എഫിബയാട്രിക്സ്. എന്താണ്? എഫിബയാട്രിക്സ്. ഓക്കെ, പീഡിയാട്രിക്സ് നമുക്കറിയാം, കുഞ്ഞുങ്ങളെയാണ്. ഓക്കെ, എഫിബയാട്രിക്സ് എന്ന് പറയുമ്പോൾ അഡോളസൻസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ്റെ ബ്രാഞ്ച്. പൾസ് ഓക്സിമെട്രി എന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേസീവ് ആണ്. ഓക്കെ, പൾസ് ഓക്സിമെട്രി എന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേസീവ് ആണ്. ഇൻഡിക്കേഷൻ ഫോർ ചെസ്റ്റ് ഡ്രെയിനേജസ്. ഇൻഡിക്കേഷൻ ഫോർ ചെസ്റ്റ് ഡ്രെയിനേജസ് ന്യൂമോതൊറാക്സ്. ഓക്കെ, ന്യൂമോതൊറാക്സ് എന്നാണ് ഇൻഡിക്കേഷൻ ഓഫ് ചെസ്റ്റ് ഡ്രെയിനേജ്. ചെസ്റ്റിലുള്ള ഡ്രെയിനേജിനെ ചെസ്റ്റ് ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷനെ അറിയപ്പെടുന്ന പേര്. ചെസ്റ്റ് ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷനാണ് എന്ത്? ന്യൂമോതൊറാക്സ്. ഇൻഡിക്കേഷൻ ഫോർ ചെസ്റ്റ് ഡ്രെയിനേജ് ഈസ് ന്യൂമോതൊറാക്സ്. എ സിവിയർ ബോഡി റെസ്പോൺസ് ടു അലർജിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ. എ സിവിയർ ബോഡി റെസ്പോൺസ് ടു അലർജിക് സബ്സ്റ്റൻസ് ഓർ പ്രോട്ടീൻ ഈസ് anaphylactic shock. A severe body response to allergic substance or protein. Anaphylactic shock.
ഇനി വൺസ് മോർ ഒരു വഴിയും കൂടെ പറയുകയാണെങ്കിൽ പലതും മെഡിക്കൽ വാക്കുകളാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നിങ്ങൾ സ്പെല്ലിങ് നോക്കുക. ചില വേർഡ്സിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ പറയുമ്പം എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനും ഈ ടേമുകളൊന്നും നമ്മൾ ഫെമിലിയറൈസ് ചെയ്ത ടേമുകളല്ല. ഓക്കെ, അതുകൊണ്ടാണ്. നെക്സ്റ്റ്, ട്യൂബർക്കിൾ ബാസിലെ ആസ് എ causative agent for tuberculosis was discovered in ട്യൂബർക്കിൾ ബാസിലെ ഒരു ട്യൂബർക്കുലോസിസ് ഉണ്ടാകുന്നതിനുള്ള ഒരു ഏജൻ്റാണ് ട്യൂബർക്കിൾ ബാസിലെ എന്ന് പറയുന്ന ബാക്ടീരിയ. അത് എന്നാണ് ഡിസ്കവർ ചെയ്തതെന്നുള്ളതാണ് 1882. ഓക്കെ, പ്രിവലൻസ് ഓഫ് ട്യൂബർക്കുലോസിസ് ഡിസീസസ് റെഫേഴ്സ് ടു number of cases that are present in a particular population at a given time. Number of cases that are present in a particular population at a given time. Next, CBNAAT test. CBNAAT test ഡിറ്റക്ട്സ്. എന്തിനാണ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഈ ടെസ്റ്റ്? മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് CBNAT അല്ലെങ്കിൽ CBNAT. ദ മോസ്റ്റ് കോമൺ സിംറ്റംസ് ഇൻ പൾമണറി TB. പൾമണറി TBക്ക് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് കോമൺ സിംറ്റംസ് ഏതാണ്? കഫാണ്. ചുമ. മീൻസ് കഫ ഉണ്ടാകുക എന്നുള്ളതാണ്. നിർത്താതെയുള്ള കഫവും ചുമയും. മാൻഡോക്സ് ടെസ്റ്റ് എന്തിനാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? ഇൻഫെക്ഷൻ വിത്ത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് മാൻഡോക്സ് ടെസ്റ്റ്. ADA ഈസ് എ ലിംഫോസിറ്റിക് എൻസൈം ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ ട്യൂബർക്കുലസ് പ്ലൂറൽ എഫ്യൂഷൻ. ഓക്കെ, ADA എന്ന് പറയുന്ന ഒരു ലിംഫോസിറ്റിക് എൻസൈമാണ്. അത് എന്ത് ചെയ്യും? ഇൻക്രീസ്ഡ് ഇൻ ട്യൂബർക്കുലോസസ് പ്ലൂറൽ എഫ്യൂഷൻ. ട്യൂബർക്കുലോസസ് പ്ലൂറൽ എഫ്യൂഷനെ ഇൻക്രീസ് ചെയ്യും. BCG ഈസ് യൂഷ്വലി ഗിവൺ ഇൻ റൈറ്റ് ആം. BCG എപ്പോഴും വലത്തെ കയ്യിലാണ് കൊടുക്കുന്നത് കേട്ടോ. എക്സ്റേ വാസ് ഡിസ്കവേർഡ് ബൈ റോഞ്ചൻ. എക്സ്റേ ഡിസ്കവർ ചെയ്ത് റോഞ്ചനാണ്. ട്യൂബർക്കുലോസിസ് സെർവിക്കൽ ലിംഫ് ഗ്ലാൻഡ് ഷോസ് മൾട്ടിപ്ലിസിറ്റി, മാറ്റിംഗ്, കാസിയേഷൻ പത്തോളജിക്കലി. ഓക്കെ, ആൾ ഓഫ് ദി എബോ എന്നുള്ളതാണ്. The anti-TB drug which should be avoided in pregnancy. പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ചെയ്യുന്ന ആൻറ്റി-TB ഡ്രഗ് ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ ആണ്. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിൻ. The anti-TB drug which causes optic neuritis and decreased vision is. ഒരു ആൻറ്റി-TB ഡ്രഗ് അതെന്ത് ചെയ്യും? ഒപ്റ്റിക് ന്യൂറിറ്റീസിന് കാരണമാവുകയും വിഷനെ കുറയ്ക്കുകയും ചെയ്യും. ഇതിനെയാണ് എന്ത് പറയുന്നത്? എത്താം ബ്യൂട്ടോൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെക്ട്രം എക്സാമിനേഷൻ ഈസ് മാൻഡേറ്ററി ടു റൂൾ ഔട്ട് TB in all patients with cough of more than. സ്പെക്ട്രം എക്സാമിനേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. TB പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മാൻഡേറ്ററി എക്സാമിനേഷനാണ് സ്പെക്ട്രം എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് ആ ഒരു എക്സാമിനേഷൻ 2 ആഴ്ചയിൽ കൂടുതൽ കഫ് ഉള്ളവർക്കാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. ഓക്കെ, RNTCP വാസ് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള. RNTCP എന്ന് പറയുന്ന ആദ്യമായിട്ട് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് പത്തനംതിട്ടയിലാണ്. MDR ട്യൂബർക്കുലോസിസ് ഈസ് റെസിസ്റ്റൻസ് ടു റിഫാംപൈസിൻ ആൻഡ് INH. MDR tuberculosis is resistant to rifampicin and INH.
പോട്ട്സ് ഡിസീസ് ഇൻവോൾവ്സ് സ്പൈനൽ കോഡ്. പോട്ട് ഡിസീസസ് സ്പൈനൽ കോഡിലാണ്. എ സി നീൽസൺ സ്റ്റെയിനിങ് ഓഫ് സ്പെക്ട്രം ഫോർ AFB2++ is graded if there are 1 to 10 AFB per oil impression field. Duration of treatment for TB under RNTCP for new cases for 6 months. Duration of treatment, TBക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ പുതിയ കേസ് വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ 6 മാസമാണ് കേട്ടോ. ദ ഡിസ്കാർഡഡ് മെഡിസിൻസ് ആർ, ഡിസ്കാർഡഡ് മെഡിസിൻസ് എന്ന് പറയുന്നത് ഡിസ്ട്രോയിഡ് ആൻഡ് ഡിസ്പോസ്ഡ് ഇൻ സെക്യൂർഡ് ലാൻഡ് ഫില്ലാണ്. അവ എന്ത് ചെയ്യണം? ഡിസ്ട്രോയ് ചെയ്യുകയോ സെക്യൂർഡ് ലാൻഡ് ഫില്ലിനകത്ത് ഡിസ്ട്രോയ് ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യണം. ഐഡിയൽ മെത്തേഡ് ഫോർ പ്രിവെൻറ്റിംഗ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഈസ്, ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഐഡിയൽ മെത്തേഡ് എന്നാണ്? ഹാൻഡ് ഹൈജീനാണ്. ഓക്കെ, കൈ നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? കൈ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴും ഹാൻഡുകൾ നല്ലപോലെ വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്. ഡിഫോൾട്ടർ റീട്രീവൽ ഡ്യൂറിങ് കണ്ടിന്യൂവേഷൻ ഫേസ് ഓഫ് TB ട്രീറ്റ്മെൻറ്റ് അണ്ടർ RNTCP വിത്തിൻ 7 days. Defaulter retrieval during continuation phase of TB treatment under RNTCP is within 7 days. Nikshay is a web-based TB notification system that provides a platform for notification from both public and private sector. Nikshay എന്ന് പറയുന്ന ഒരു വെബ്-ബേസ്ഡ് TB നോട്ടിഫിക്കേഷൻ സിസ്റ്റമാണ്. അത് പബ്ലിക്കിനും പ്രൈവറ്റ് സെക്ടറിലുള്ള 2 പേർക്കും എന്ത് ചെയ്യുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ നിക്ഷേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. XDR TB ഈസ് MDR TB വിത്ത് റെസിസ്റ്റൻസ് ടു, XDR TB എന്ന് പറയുന്നത് MTR TB തന്നെയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലൂറോ കൊയിനോലോൺ ആൻഡ് സെക്കൻഡ് ലൈൻ ഇൻജെക്റ്റബിൾ ഡ്രഗാണ്. ഓക്കെ, ഫ്ലൂറോ കൊയിനോലോൺ ആൻഡ് സെക്കൻഡ് ലൈൻ ഇൻജെക്റ്റബിൾ ഡ്രഗാണ്. ദ നമ്പർ ഓഫ് സ്പെക്ട്രം samples examined in AFB in the diagnosis of pulmonary TB under RNTCP is 2. The number of spectrum samples examined for AFB in the diagnosis of pulmonary TB under RNTCP is 2. In miliary TB, the lesion is in the lungs. മിലിയനറി TBയിൽ ദ ലെഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാകുന്നത്? പ്രധാനമായിട്ട് TB ഉണ്ടാകുന്നത് എവിടെയാണ്? ലങ്സിലാണ് അല്ലേ? ഓർത്താൽ മതി. ലങ്സിനാണ് ഉണ്ടാകുന്ന അസുഖമാണ് TB എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഓഫ് ലങ് ക്യാൻസർ ഈസ് സ്മോക്കിംഗ്. ലങ് ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? സ്മോക്കിംഗ് ആണ്. ദ ഓൺലി ആബ്സല്യൂട്ട് contraindication to BCG is in a child with symptomatic HIV infection or AIDS. The only absolute contraindication to BCG is in a child with a symptomatic HIV infection or AIDS. .99 is .99 എന്ന് പറയുന്നത് എന്താണ്? .99 is monitoring TB medication using augmented packaging and low cost mobile phone ആണ്. monitoring TB medication using augmented packaging and low cost mobile phone. All the following are advantages of fluorescence microscopy. താഴെ തന്നിരിക്കുന്ന എല്ലാം തന്നെ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ് ആണ്. ഒരെണ്ണം ഒഴിച്ച് ഏതാണെന്നാണ്. Increases sensitivity of smear microscopy, allow a much larger area of the smear to be seen, easier counting of bacilli.
ഡസ് നോട്ട് റിക്വയർ പവർ സപ്ലൈ. അപ്പോൾ അതിനകത്ത് ഡസ് നോട്ട് റിക്വയർ പവർ സപ്ലൈ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം തന്നെ ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജാണ്. സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക, പിന്നെ ലാർജർ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ ഈസിയറാണ് ബാസിലെ കൗണ്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സൈക്കോസിസ് ആൻഡ് സൂയിസൈഡൽ ടെൻഡൻസീസ് മേ ബി കോസ്ഡ് ബൈ. സൈക്കോസിസും സൂയിസൈഡൽ ടെൻഡൻസിയും ഉണ്ടാകുന്നതിന് കാരണം സൈക്ലോസെറിനാണ്. ഓക്കെ, സൈക്ലോസെറിൻ. സൈക്കോസിസും സൂയിസൈഡൽ ടെൻഡൻസിയും മേ ബി കോസ്ഡ് ബൈ സൈക്ലോസെറിൻ. അപ്പോൾ ഇത്രയാണ്, ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് 2018-19 നടന്ന ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ്. ഇതിൻ്റെ അത് വീഡിയോസിൽ 4-5 വീഡിയോസായിട്ട് ഞാൻ ഇട്ടത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇത് തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല, എന്നാലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം ഇനിയും പ്രതീക്ഷിക്കാം. അപ്പം ഈ 11-ാം തീയതിയാണ് തൊട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ എക്സാമിനേഷൻ. ഒക്ടോബർ 11 എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസ.